ഹായ് ഡിയർ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റെയിൻ ഡ്രോപ്പ് സ്പേസ്. ഇന്നത്തെ ഒരു വിഷയം വർക്ക് പെർമിറ്റ് ആൻഡ് ഇക്വലൻസി എന്ന പുതിയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള പുതിയ ഒരു അപ്ഡേഷനാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഇത് ഷെയർ ചെയ്യുക. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് പേപ്പറിലെ ഒരു ന്യൂസായിരുന്നു. അതായത് കുവൈറ്റ് ഇൻട്രൊഡ്യൂസ് ഓട്ടോമേറ്റഡ് സിസ്റ്റം ടു വെരിഫൈ ദ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഫോർ വർക്ക് പെർമിറ്റ്. അതായത് ഇനി വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കാദമിക് ക്വാളിഫിക്കേഷനും കൂടി സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്ത് അതും കൂടി ആയാൽ മാത്രമാണ് നമുക്ക് വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. ഇത് ഈ ന്യൂസ് വന്നത് നമുക്ക് April 6, 2025 അപ്പോൾ ഇത് അക്കോർഡിംഗ് ടു ദ സർക്കുലർ ഇഷ്യൂഡ് ബൈ മർസൂഖ് അൽ ഒഥേബി, ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ഓഫ് ദ അതോറിറ്റി, ദ സിസ്റ്റം വിൽ എൻഷുർ ദ അക്കാദമിക് ക്രെഡൻഷ്യൽ ആൻഡ് കറസ്പോണ്ടിങ് പ്രൊഫഷണൽസ് ആർ വെരിഫൈഡ് ബിഫോർ ആൻഡ് വർക്ക് പെർമിറ്റ് ഈസ് ഇഷ്യൂഡ്. പിക്ചർ യൂസ് ദെൻ ഇവിടെ പ്രത്യേകമായിട്ടുള്ളൊരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ in bid to strengthen the oversight and prevent the use of fraudulent academic certificate, Kuwait Public Authority for Manpower has launched an automated system to verify the academic qualification. GCC, then workers apply for a work permit through the Ashal Port or Sahil business app. This new measure comes after the discovery of fraudulent academic documents submitted by applicants and aims to maintain the integrity of Kuwait labor market. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് അക്കോർഡിംഗ് ടു ദ സർക്കുലർ ഇഷ്യൂഡ് ബൈ മർസൂഖ്, Acting Director General of the Authority, the system will ensure academic credential and corresponding professionals are verified before any work permit is issued. The verification process covers three key areas: academic degree, field of specialization, and accreditation status of the qualification based on Ministry of Higher Education standard. അപ്പോൾ ഇനി മുതൽ നമുക്ക് നമ്മുടെ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ആവണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ അക്കാദമിക് ഡിഗ്രിയുടെ വെരിഫിക്കേഷൻസും അതുപോലെയുള്ള തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഇക്വലൻസി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇക്വലൻസി കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്താണ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ യോഗ്യത ആ സ്റ്റേറ്റിൻ്റെ അധികാരപ്പെട്ട ആളുകളിൽ നിന്ന് അതിൻ്റെ സ്റ്റാമ്പ് എടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ പറയേണ്ടതാണ് HRD അറ്റസ്റ്റേഷൻ. നിങ്ങൾ HRD അറ്റസ്റ്റേഷൻ അല്ലാത്ത പക്ഷം ഏറ്റവും നല്ലത് HRD ആണ്. അല്ലെങ്കിൽ നിങ്ങൾ നോട്ടറി അറ്റസ്റ്റേഷൻ എടുക്കുക, നോട്ടറൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരാളിൽ നിന്ന് എടുക്കുക. അതിനുശേഷം നിങ്ങൾ കുവൈറ്റിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷനാണ് ചെയ്യുന്നത്. എംബസി അറ്റസ്റ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എംബസി അറ്റസ്റ്റേഷൻ എടുക്കുന്നതിനേക്കാളും മുമ്പ് നമ്മൾ ചെയ്യുന്നത് MEA അറ്റസ്റ്റേഷൻ അഥവാ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയർ ആണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ എംബസി അറ്റസ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷം കുവൈറ്റിൽ വരിക. അപ്പോൾ നമുക്ക് കുവൈറ്റിലെ പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവറിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫെയർ സ്റ്റേറ്റ് ഓഫ് കുവൈറ്റിൻ്റെ സ്റ്റാമ്പ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് അതിനായിട്ട് ഏകദേശം 10ഓളം സെൻറ്റേഴ്സ് കുവൈറ്റിൽ അവൈലബിൾ ആണ്. ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ ചെയ്ത ഡോക്യുമെൻറ്റുകളുമായിട്ടാണ് നമ്മൾ അവിടേക്ക് ചെല്ലുന്നത്. ഏകദേശം ഒരു സർട്ടിഫിക്കറ്റിന് 5 KD വെച്ചിട്ടായിരിക്കും. നമുക്ക് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫെയർ സ്റ്റേറ്റ് ഓഫ് കുവൈറ്റിന് ഏകദേശം 10ഓളം സെൻറ്റേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി 5 KDയുടെ സ്റ്റാമ്പ് ഇടിക്കാവുന്നതാണ്. ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ കഴിഞ്ഞ ഡോക്യുമെൻറ്റുകൾ മാത്രമേ നമുക്ക് ഇവിടെ ഫോറിൻ അഫെയറിൽ സ്റ്റാമ്പ് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ അതിനായിട്ട് പോകുമ്പോൾ പ്രത്യേകം കരുതേണ്ടത് നിങ്ങളുടെ സിവിൽ ID, നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻ്റ്, അറ്റസ്റ്റേഷൻ കഴിഞ്ഞത്, പിന്നെ KNET കാർഡ്. KNET ത്രൂ മാത്രമാണ് എമൗണ്ട് സ്വീകരിക്കത്തുള്ളൂ. അപ്പോൾ അത് കയ്യിൽ കരുതണം. അടുത്തതായിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് ആണ്. അതായത്
നിങ്ങൾ പഠിച്ച ഡിഗ്രി ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ എന്താണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അത് നിങ്ങൾ അറബിക് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒറിജിനൽ അറ്റസ്റ്റ് ചെയ്ത ഒറിജിനൽ ഡോക്യുമെൻറ്റും നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത കോപ്പിയുമായിട്ട് നിങ്ങൾ ഒരു കോർട്ടിൻ്റെ ഓഫീസിൽ ചെല്ലുക. അതായത് മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് അവിടെ നമുക്ക് അത് സ്റ്റാമ്പിട്ട് തരാനായിട്ട് ഏകദേശം 2 KD വരുന്നത്. അവിടെ നമ്മൾ സിവിൽ ഐഡിയും കാൻഡിഡേറ്റ് കാർഡും കൊണ്ടുപോകുക. പിന്നീട് നിങ്ങൾ പോകേണ്ടത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലോട്ടാണ്. അതിനെ പറയുന്ന പേര് ലോവർ ഇക്വലൻസി എന്നാണ് പറയുന്നത്. നമ്മളുടെ സ്കൂൾ എഡ്യൂക്കേഷനാണ് നമ്മൾ അവിടെ സ്റ്റാമ്പ് ഇടിക്കേണ്ടത്. അപ്പോൾ അതും നമ്മൾ അവിടെ പോയിട്ട് സ്റ്റാമ്പ് ഇടിക്കുക. ഏകദേശം 2 KD തന്നെയാണ് വരുന്നത്. അവിടെയും നമ്മൾ സിവിൽ ഐഡിയും ഇക്വലൻസി ചെയ്യാനായിട്ട് നമ്മുടെ വർക്കിംഗ് പ്ലേസിൽ നിന്ന് തരുന്ന പേപ്പറും അതുപോലെ തന്നെ സിവിൽ ID കാൻഡിഡേറ്റ് കാർഡും കൂടിയായിട്ട് ചെല്ലുക. നിങ്ങൾ ലോവർ ഇക്വലൻസി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ അഥവാ ഹയർ ഇക്വലൻസി ആണ്. ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഇക്വലൻസിയുടെ സൈറ്റ് ഉണ്ട്. അതിൽ നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ സിവിൽ ID ഒക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റുകളും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. മെയിനായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ അറ്റസ്റ്റേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇക്വലൻസിയുടെ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് കുറച്ചുകൂടി ക്ലാരിഫൈ കൂട്ടും. അതിനുശേഷം നിങ്ങൾ ഇക്വലൻസിയുടെ സനാബൽ ടവറിൻ്റെ അവിടെയാണ് ഉള്ളത്. അതിനുശേഷം നിങ്ങൾ സനാബൽ ടവറിലാണ് നിങ്ങളുടെ മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഇക്വലൻസിക്ക് വേണ്ടിയിട്ടുള്ള ഫോളോ അപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെല്ലേണ്ടത്. നിങ്ങൾ അവിടെ ചെന്ന് അവരുടെ അടുത്ത് നിങ്ങളുടെ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ അവരവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും. അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇക്വലൻസി ചെയ്ത ഡോക്യുമെൻ്റ് നമ്മുടെ അടുത്ത് നിന്നും അതായത് ഇക്വലൻസിയുടെ ഇതിൽ നിന്ന് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫെയറിലേക്ക് പോകും. മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫെയറിൽ നിന്ന് എംബസി ഓഫ് ഇന്ത്യ കുവൈറ്റിലോട്ട് പോകും. ഇന്ത്യൻ എംബസി കുവൈറ്റിൽ നിന്നും ആ ഡോക്യുമെൻറ്റുകൾ നമ്മൾ പഠിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ആ യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ പോയി എൻക്വയറി ചെയ്യണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണെങ്കിൽ അവിടെ ഒരു സുവേഗ സ്റ്റുഡൻറ്റ് സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കിട്ടും. അവിടെ ജനറൽ എൻക്വയറി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളുടെ ജെന്യൂനസ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിന് വേണ്ട ഫീസും പേയ്മെൻറ്റും എല്ലാം ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ സൈറ്റിൽ പോയി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ ചാർജാണ്. അത് കൂടാതെ ഇവിടെ ഓരോ കൺട്രിയിലേക്ക് ഉള്ള പോസ്റ്റൽ ചാർജും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് PDF ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് മെയിനായിട്ട് ഇവിടെ കുവൈറ്റിലോട്ട് വരുന്നതിന് ഏകദേശം 1230 രൂപയാണ് ചാർജ്. ഇതിൽ പോസ്റ്റൽ ചാർജായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റൽ ചാർജ് പ്ലസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചാർജ് ഇത് ഞാനിപ്പോൾ കാണിച്ചു തരാം. കുവൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1230 രൂപയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ആ ഡോക്യുമെൻ്റ് കിട്ടുന്നതിന് വേണ്ട. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും ആ യൂണിവേഴ്സിറ്റിയുടേതായ ചാർജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ അടച്ച് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ നിന്നുള്ള വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് അത് ഇന്ത്യൻ എംബസിലോട്ടും ഇന്ത്യൻ എംബസിയിൽ നിന്ന് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫെയറിലേക്ക് എത്തുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഇക്വലൻസി കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും അത് ചെയ്ത് തീർക്കാൻ നോക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ.